ഹായ് ഫ്രണ്ട്സ്, ഇത് ഹൗസ് വാമിങ്ങിന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറെ ലൈക്കും കമൻറ്റും എല്ലാം കിട്ടി. മാത്രമല്ല കുറേ പേര് എന്നെ എൻ്റെ ഫാമിലിനെയൊക്കെ ബ്ലെസ്സിങ്സും വിഷസും എല്ലാം അറിയിച്ചിട്ടുണ്ടായിരുന്നേ. അവർക്ക് എല്ലാവർക്കും കുറേ താങ്ക്സ് കേട്ടോ. പിന്നെ ഇത് തലേ ദിവസം എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. ഇത് തലേ ദിവസം നമ്മൾ വീട്ടിൽ ഭഗവതി സേവയും വാസ്തുപൂജയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് രാവിലെ ആയിരുന്നു കേട്ടോ നമ്മൾ വീട്ടിൽ ഗണപതി ഹോമം നടത്തിയത്. ശരിക്കും ഗണപതി ഹോമത്തിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് പൂജയ്ക്ക് വേണ്ടി പങ്കെടുത്തപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു പോസിറ്റീവ് എനർജി വരുന്ന പോലെയൊക്കെ തോന്നിയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ഗണപതി ഹോമത്തിൻ്റെ പുക വീട് മൊത്തം നിറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു മനസ്സമാധാനമൊക്കെ തോന്നിയിരുന്നു. ഇത്രയും ദിവസം ഞാൻ എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നതെല്ലാം അതോടുകൂടി അലിഞ്ഞു പോകുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഒത്തിരി നാളായി ഇതുപോലൊരു പൂജയിൽ പങ്കെടുത്തിട്ട്. നാട്ടിൽ വന്നിട്ടാണെങ്കിലും വാവ ഉള്ളത് കൊണ്ട് അമ്പലത്തിലൊന്നും പോകാൻ സാധിച്ചില്ലായിരുന്നേ. വാവയ്ക്ക് ചോറ് കൊടുക്കാതെ അമ്പലത്തിൽ പോകാൻ പറ്റില്ല എന്നാട്ടോ വീട്ടിലുള്ളവരെല്ലാവരും പറയാറ്. പക്ഷേ ഞാൻ ചില വീഡിയോസിലൊക്കെ കാണാറുണ്ടായിരുന്നു ഇങ്ങനെ ചോറ് കൊടുക്കുന്നതിന് മുമ്പ് ചില ആളുകളൊക്കെ അമ്പലത്തിൽ പോകുന്നത്. അപ്പോൾ ഇതെനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ്, അങ്ങനെ പോകാമോ വേണ്ടയോ എന്നുള്ള കാര്യം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് വിളക്കെടുത്ത് വീടിന് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയാണ്. പിന്നെ നമ്മുടെ ചടങ്ങുകളെല്ലാം നടക്കുന്നത് അത് രാവിലെ തന്നെയാണ്. അതുകൊണ്ടാണ് വളരെ കുറച്ച് ആളുകൾ മാത്രം ഉള്ളത്. നമ്മുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും പിന്നെ കസിൻസും മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. കുറച്ച് കസിൻസ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ആ സമയത്ത്. അങ്ങനെ വീടിന് ചുറ്റും വലം വെച്ച് വിളക്കൊക്കെ എടുത്ത് വലതുകാല് വെച്ച് സ്വന്തം വീട്ടിലോട്ട് കയറുകയാണ് കേട്ടോ. ഒത്തിരി സന്തോഷവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴും എനിക്ക് ആ സങ്കടവും സന്തോഷവും എല്ലാം മാറി വരുന്നുണ്ട് കേട്ടോ. 21 വർഷത്തെ കാത്തിരിപ്പാണ് ഇവിടെ അവസാനിക്കുന്നത്. അങ്ങനെ ആർപ്പുവിളിയും കുരവയൊക്കെ കേട്ട് ഞാൻ എന്താ വീട്ടിലോട്ട് കയറുകയാണേ. വീട്ടിലോട്ട് കയറി വിളക്കൊക്കെ വെച്ചതിന് ശേഷം ഞാനും അനൂപും കൂടെ ചേർന്ന് പറന്നിറക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഈ ഒരു വീടാവാനുള്ള ഏക കാരണം അനൂപ് തന്നെയാണ്. അവൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വീട് കഴിക്കാൻ ഞങ്ങൾക്ക് രണ്ടാൾക്ക് സാധിച്ചത്. ഞാൻ കല്യാണത്തിന് മുമ്പ് മുതലേ അനൂപിനോട് എപ്പോഴും പറയായിരുന്നു കേട്ടോ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം അച്ഛനും അമ്മയ്ക്കും വീട് പണിത് കൊടുക്കുമ്പോഴാണ്. അവർക്ക് ഞാനേ ഉള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും അവർക്ക് വീട് പണിത് കൊടുക്കണം എന്നൊക്കെ. അന്ന് ഞങ്ങൾ രണ്ടുപേർക്കും അങ്ങനെ പൈസ എവിടുന്ന് ഒപ്പിക്കുന്നോ ഒന്നിനെപ്പറ്റി ഒരു ഐഡിയ ഒന്നും ഇല്ലെങ്കിലും അനൂപ് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു കേട്ടോ. എപ്പോഴും പറയും നിനക്ക് സാധിക്കും, നമുക്ക് രണ്ടുപേർക്കും ചെയ്യാൻ പറ്റും എന്നൊക്കെ എപ്പോഴും എന്നെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. എന്താ വഴിയെന്നൊന്നും അന്നും ആൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്ത് തീരുമാനം എടുത്താലും അനൂപ് എൻ്റെ കൂടെ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഒരിക്കലും എനിക്ക് പറ്റില്ല എന്ന് ഒരിക്കലും ആളുടെ വായിന്ന് വന്നിട്ടേ ഇല്ലേ. അതുകൊണ്ടുകൂടിയാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു വീടാവാൻ എനിക്ക് സാധിച്ചത്. അങ്ങനെ ഞാനും അനൂപും കൂടെ ചേർന്നതാ പാല് കാച്ചാണ്. അങ്ങനെ അവസാനം എന്താ പാല് തിളച്ച് തൂവി കേട്ടോ. ഒത്തിരി സന്തോഷം തോന്നി. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് കയറിക്കൂടൽ അങ്ങനെ നടത്തി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അനൂപ് അങ്ങനത്തെ പാലൊക്കെ വാങ്ങി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഒന്നുകൂടെ കുഞ്ഞാവിടെ നൂലുകെട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. UK വെച്ചിട്ടാണ് വാവയുടെ നൂലുകെട്ട് നടത്തിയിരുന്നത്. പക്ഷെ അന്ന് ഇവൾക്ക് ഗോൾഡൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു നമുക്ക് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നൂലുകെട്ട് റീക്രിയേറ്റ് ചെയ്യാം, ഗോൾഡൊക്കെ ഇടിപ്പിച്ച് വാവേനെ കാണാൻ കൊതിയാവുകയാണെന്ന്. അങ്ങനെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും അച്ചാമ്മയുടെ അച്ഛൻ്റെ ഒക്കെ ആഗ്രഹപ്രകാരം നമ്മൾ ഒന്നുകൂടെ നൂലുകെട്ടും കൂടെ നടത്തി കേട്ടോ. അങ്ങനെ ഓരോ ഗോൾഡൊക്കെ ഓരോരുത്തരായിട്ട് വന്ന് വാവയ്ക്ക് ഇട്ട് കൊടുത്ത് വാവനെ സുന്ദരി കുട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്കാണെങ്കിൽ ഗോൾഡ് ഇട്ട് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവളെല്ലാം എൻജോയ് ചെയ്ത് നോക്കി കിടക്കുന്നുണ്ടായിരുന്നേ. ഗോൾഡൊക്കെ എല്ലാവരും ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനും അനൂപും കുഞ്ഞും കൂടെ ചേർന്നിട്ട് കുഞ്ഞുവാവയ്ക്ക് കരിവള ഇടിക്കാൻ നോക്കി കേട്ടോ. കരിവള ഇട്ട് കാണാനൊരു കൊതി ഉണ്ടായിരുന്നു. പക്ഷെ അവൾ എന്ത് ചെയ്താൽ കരിവള ഇടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തട്ടിക്കളഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ചേച്ചി വന്ന് ട്രൈ ചെയ്തു, എന്നിട്ടും നടന്നില്ല കേട്ടോ. പിന്നെ അവസാനം ഞങ്ങൾ കരിവളയൊന്നും ഇടിക്കണ്ടെന്ന് തന്നെ വെച്ചു കേട്ടോ. എന്ത് ചെയ്തിട്ട് അവൾ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല വള ഇടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഇത് കഴിഞ്ഞ് ഞങ്ങൾ ഊണൊക്കെ കഴിച്ചായിരുന്നു. പിന്നെ അപ്പോഴത്തേക്കും കസിൻസും എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തിരക്കായതുകൊണ്ട് ബാക്കി വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഡേ ആണ് ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കിയത് കേട്ടോ. ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. നല്ല അടിപൊളി ഗിഫ്റ്റുകളായിരുന്നു കേട്ടോ. ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും പിന്നെ പങ്കെടുത്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം, കൂടുതൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.